എവിടെ കോൺഗ്രസ് തോറ്റാലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അവിടെ BJP ആണ് ജയിക്കുന്നതെങ്കിൽ EVM എന്തോ അട്ടിമറി കാണിച്ചിട്ടാണ് ജയിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ കശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള പറയുന്നു, ആവശ്യമില്ലാത്ത വിവരക്കേട് വിളിച്ചു പറയരുത്. കോൺഗ്രസ് 100 സീറ്റിൽ ജയിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ജയിക്കണത് എങ്ങനെയാണ് എന്നാദ്യം മനസ്സിലാക്കുക, അല്ലാതെ EVM കുറ്റം പറയരുത് എന്നാണ്. അപ്പോൾ BJP പറയുന്ന അതേ സ്വരമാണ് ഉമറിൻ്റെ വായിൽ നിന്നും വരുന്നത്. എങ്ങോട്ടാണ് ചായ്വ്? അതിലൊരു രാഷ്ട്രീയ ചായ്വ് നമ്മൾ ആരോപിക്കുന്നതിനേക്കാളുപരി കോൺഗ്രസ് തോൽക്കുമ്പോൾ EVM അട്ടിമറിക്കപ്പെട്ടതാണെന്നും കോൺഗ്രസ് വിജയിക്കുമ്പോൾ EVM ശരിയായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു ഇരട്ടത്താപ്പ്, അതൊരു ഡബിൾ ടോക്കിൻ്റെ സ്വഭാവമുള്ള സാധനമാണ്. അത് അതിൻ്റെ വിശ്വാസ്യത പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനകത്ത് അട്ടിമറികളുണ്ടാകാം. പക്ഷേ അട്ടിമറികളുണ്ടെങ്കിൽ എന്ത് വേണം? അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ച് അത് അവതരിപ്പിച്ച് അത് ശരിയല്ല എന്ന് സ്ഥാപിക്കണം. അതിന് പകരം ഇവർ തെരഞ്ഞെടുപ്പ് തോൽക്കുന്ന സമയത്ത് ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമായിട്ട് മാത്രം അത് മാറുമ്പോഴാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയാണ് ഒമറിൻ്റെ ചിന്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒമറിന് BJPയോട് ചായ്വുണ്ട് എന്ന് നമുക്ക് അതിൻ്റെ അകത്ത് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ചായ്വുണ്ടാകുന്നതിനും യാതൊരു വിധത്തിലും അസാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ നാഷണൽ കോൺഫറൻസുമായിട്ട് സഖ്യം ചേർന്നിട്ടാണ് BJP ഈ കാശ്മീരിൽ അധികാരത്തിൽ വരുന്നത്. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല അവരുമായിട്ട്. കാരണം അത് നിതാന്ത ശത്രുവിൻ്റെ നിരയിലായിരുന്നു ഈ നാഷണൽ കോൺഫറൻസ് നിന്നിരുന്നത്, അല്ലെങ്കിൽ BJP നിർത്തിയിരുന്നു. പക്ഷേ BJPക്ക് അറിയാം ജമ്മു കാശ്മീരിൽ അധികാരത്തിലേക്ക് എത്താനായിട്ട് അവരുടെ പങ്കാളിത്തം ആവശ്യമാണ്. മാത്രമല്ല അവരിലൂടെ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കാനായിട്ട് കഴിയും എന്നും അവർ വിശ്വസിച്ചിരുന്നു. അവരുടെ ആ ടാക്ടീസ് അന്ന് വിജയിച്ചു. അവർ അധികാരത്തിൽ വന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആ ബന്ധം തകർന്നുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ബന്ധമൊക്കെ തകരുന്നതിനിടയിൽ BJP പലയിടങ്ങളിലും കാലുറപ്പിച്ചു. അത് അവരുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ വിജയമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ആരുമായിട്ടും വേണമെങ്കിൽ അവർ ബന്ധം സ്ഥാപിച്ചോളും. കേരളത്തിൽ വേണമെങ്കിൽ CPM പോലും ബന്ധം സ്ഥാപിക്കാനായിട്ട് അവർ തയ്യാറാവും. പക്ഷേ കേരളത്തിലെ അണികൾക്കത് ഒരിക്കൽ പോലും പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ വിരളമാണ് എന്നേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയാണ് ഓരോ മേഖലയിലേക്കും അധികാരത്തെ പതുക്കെ കൊണ്ടുചെല്ലേണ്ടത്. ത്രിപുരയിൽ അവിടുത്തെ ആദിവാസി സംഘടനയായിട്ട് അവർ സഖ്യത്തിലേർപ്പെട്ടപ്പോഴാണ് അവർക്ക് വിജയിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് ആ ആദിവാസി സംഘങ്ങൾ എതിരാണ് എന്ന് വന്ന സമയത്ത് BJP ഭീഷണിയിലെ, അപ്പോൾ അവരെ കൂടെ ചേർത്ത് വീണ്ടും അധികാരം തുടരുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ എവിടെയും അധികാരം പിടിക്കണമെങ്കിൽ അതാത് പ്രദേശത്തുള്ളതായിട്ടുള്ള പ്രാദേശിക പാർട്ടികളുമായിട്ട് സഖ്യമുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കപ്പെട്ടു. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ സ്ഥിതി അത് തന്നെ, ഓരോ സ്ഥലത്തും അത് തന്നെയാണ്. അങ്ങനെ അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് ഒറ്റക്കൊരു പാർട്ടിക്കും അങ്ങനെ ഭരിക്കാൻ, എളുപ്പത്തിൽ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതായി മാറിയിട്ടുണ്ട് ശരിക്കും. പക്ഷേ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതാണ് കശ്മീരിൽ BJPക്ക് ഒരു തിരിച്ചടി ആയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക തിരഞ്ഞെടുപ്പ് സമയത്ത്. പക്ഷേ ഒമർ അബ്ദുള്ള അധികാരത്തിൽ കയറിയപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹം കയറിയപ്പോൾ തന്നെ പറഞ്ഞത് അക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല, ആ കാര്യങ്ങൾ നമുക്ക് കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാം എന്ന് പറഞ്ഞത് ഒരു ഒഴിവ് കഴിവിലേക്ക് അങ്ങ് മാറ്റുന്ന നിലപാടാണ് കണ്ടത്. ഈ നിലപാടുകളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള നിലപാടുകളെല്ലാം BJP പറയുന്ന അതേ രീതിയിലുള്ള BJP എന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഒമർ അബ്ദുള്ളയുടെ വായിൽ നിന്ന് വരുന്നത് തന്നെ. അപ്പോൾ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നാൽ രക്ഷയില്ല എന്നുള്ള ബോധം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇനി വരുന്ന സമയത്തും കേന്ദ്രം ഭരിക്കുന്നത് BJP തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ചിന്ത ഇവരെ വല്ലാണ്ട് അലട്ടുന്നുണ്ടോ? അല്ല, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾ അത് കോൺഗ്രസ് ആയിരുന്ന സമയത്ത് ഇവരൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ, BJP ആവുന്ന സമയത്ത് BJPയുടെ ഒപ്പം നിൽക്കേണ്ടി വരുമായിരിക്കും. കാരണം അവരാഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ, ജമ്മു കാശ്മീരിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ഒരു കൈത്താങ് ആവശ്യമാണ്.
കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് അത് രീതിയിൽ കോൺഗ്രസിനെ അവർ ഉപയോഗിച്ചിരുന്നു. BJP ഭരിക്കുന്ന സമയത്ത് BJPയും അങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നിരന്തരമായ സംഘർഷങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും സംസ്ഥാനത്തിന് ഗുണകരമായി തീരില്ല എന്ന തിരിച്ചറിവ് ഒമറിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും കേന്ദ്രം എതിരാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിൽ എപ്പോഴും സംസ്ഥാനം എത്തിച്ചേരേണ്ട സാഹചര്യം വരും. 2006 മുതൽ ഇവിടെ വലിയ തോതിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പണം തിരിച്ചു നൽകണം എന്ന് കേന്ദ്രം പറയുന്ന രീതി വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ പണം ഒരുമിച്ച് തിരിച്ചടക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്വാസം മുട്ടാണ് സാമ്പത്തികമായിട്ടുണ്ടാകുക. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിരിക്കും പലരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭരണം തന്നെ സുഗമമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു രീതിയിൽ അടുത്ത ബന്ധമില്ലാത്തതും എന്നാൽ വലിയ അകൽച്ചയില്ലാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥ എന്നുവെച്ചാൽ അടുപ്പമോ അകൽച്ചയോ ഇല്ലാത്തതായിട്ടുള്ള ഒരു തരത്തിൽ ഒരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് ഒമർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ പോവുക. 1. 2, നേരത്തെ പറഞ്ഞ ഈ ഇലക്ഷൻ മെഷീനുകൾ അട്ടിമറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നും അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു വിശ്വാസ്യതയില്ലായ്മയുണ്ട്. കാരണം നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കോൺഗ്രസ് ജയിക്കുന്നു, ചിലപ്പോൾ തോൽക്കുന്നു. അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലൊക്കെ പല സ്ഥലത്തും ഈ യന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണുള്ള മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിലൊക്കെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകും. തോൽക്കുന്ന സമയത്ത് അത് ചീത്തയും ജയിക്കുന്ന സമയത്ത് നല്ലതും എന്ന് പറയുന്നു. അത് ഒമർ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ നമ്മൾ അതിനകത്ത് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ പൊതുവേ അവർ കേന്ദ്രത്തിനുള്ള സമീപനം ഈ രീതിയിലായിരിക്കും. ഈ ആർട്ടിക്കിൾ 370 നിലനിന്നിരുന്ന സമയത്ത് കാശ്മീരികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാശ്മീരികൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭരണഘടന പോലെ പ്രവർത്തിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാനതിനെ വീക്ഷിച്ചിട്ടുള്ളതിൽ ഇതാണ്, ഈ കാശ്മീരികളുടെ ഭൂമി എന്ന് പറയുന്നത് മറ്റൊരാൾക്കും വാങ്ങിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് കാശ്മീരിലേക്ക് ഈ മറ്റ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കടന്നു കയറി ആ ഭൂമിയൊക്കെ സ്വന്തമാക്കി കാശ്മീരികളെ അന്യവൽക്കരിക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് കാശ്മീരികൾ രക്ഷപ്പെട്ടിരുന്നതാണ്. മറ്റു വിഷയങ്ങളൊന്നും ഞാൻ അതിനകത്ത് ചർച്ചയ്ക്ക് മറ്റൊന്നും പോകുന്നില്ല. അത് നഷ്ടപ്പെടുന്നത് കാശ്മീരികൾക്ക് ഒരിക്കലും നല്ലതല്ല എന്നതിനാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വന്നാൽ ഈ കോർപ്പറേറ്റുകളെല്ലാം ഇടിച്ച് കാശ്മീരിലേക്ക് കയറിയ ഭൂമി മുഴുവനും കോർപ്പറേറ്റുകളുടെ കയ്യിലാവും. കാരണം ഈ ലോകത്ത് ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്നാണ് പണ്ട് നെഹ്റു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം നല്ല മനോഹരമായിട്ടുള്ള ആ ഭൂഭാഗം സ്വന്തമാക്കാനായിട്ട് ഈ ടൂറിസം എന്ന് പറയുന്നതായിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് കോർപ്പറേറ്റുകൾ ഇടിച്ചു കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മിക്കവാറും അവരൊക്കെ കുടിയേർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതില്ലാതിരുന്നിരുന്നു എന്നുള്ളത് അവരുടെ ഒരു മെച്ചമായ വശമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ 370 കുറിച്ച് സംസാരിക്കാതെ 370 തിരിച്ചുകൊണ്ടുവരാനൊന്നും ഒമർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ആർക്കും അത് നടക്കുന്ന കാര്യമല്ല. കാരണം അത്ര 3/2 കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇനി അത് തിരുത്തുന്നതിനെക്കുറിച്ച്. മാത്രമല്ല അങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല. ഞാൻ അത് കഴിഞ്ഞു, അതിൻ്റെ കാലാവസ്ഥ കഴിഞ്ഞു. ഇനി അവർക്ക് കാശ്മീരികൾക്ക് നമ്മളീ പറഞ്ഞ തരത്തിലുള്ള ചില പ്രിവിലേജസ് നിലനിർത്താനായിട്ട് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യം ഗവൺമെൻറ് ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്താൽ മാത്രമാണ് അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒന്നുണ്ടാകുകയുള്ളൂ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ നിലനിൽക്കുന്ന തീവ്രവാദവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സ്ഫോടനങ്ങളും അക്രമങ്ങളും എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിൻ്റെ സങ്കീർണതകൾ ചെറുതല്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെയായിരിക്കും അതിനെ നേരിടുക? ആ നേരിടുന്നതിൽ വലിയ അപകടങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഒത്തുപോകുന്ന ഒരു നയസമീപനം നമുക്ക് ഒമറിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ സൂചനയായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ വാചകങ്ങൾ എടുക്കുന്നതിലും തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.